ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. പ്രഭാസ്, ദീപിക പദുക്കോൺ, അമിതാഭ് ബച്ചൻ, അങ്ങനെ ഒത്തിരി സ്റ്റാർസ് ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ അതിനൊക്കെ മുമ്പ് ഈ 2024 എത്ര നല്ല ഇയർ അല്ലേ ഈ മൂവി ലവേഴ്സിന്. കറക്റ്റ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുവായിരുന്നു. മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, ബ്രഹ്മയുഗം, പിന്നെ ഏതായിരുന്നു ആടുജീവിതം, അങ്ങനെ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കണ്ടു. അപ്പൊ ഇത് എല്ലാ മൂവീസും ഓരോ വീക്സിൽ പോയി കാണുകയാണ്. മീൻസ് എല്ലാവരും എല്ലാ മൂവീസും കാണുന്ന ഒരു ട്രെൻഡ് വരെയാണ്. ആവേശവന്റെ ഇടയ്ക്ക് ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ശേഷാണല്ലേ? അല്ല, അതിൽ ഓരോ സെക്ഷൻ നമ്മള് വർഷങ്ങൾക്ക് ശേഷം മുമ്പ് കുട്ടി ഇങ്ങനെ മൂവി ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുമ്പോഴെല്ലാം വർഷങ്ങൾക്ക് ശേഷം എനിക്കും പറ്റിയായിരുന്നു. കുറെ പേർക്ക് ആപത്തം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നെക്സ്റ്റ്, അപ്പൊ ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ മൂവി. അമിതാഭ്, അങ്ങനെ ഒത്തിരി സ്റ്റാർസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ സ്റ്റോറി ലൈൻ എന്താ ഒന്നും ഒരു ഐഡിയ ഇല്ല. എനിക്ക് തോന്നുന്നത് ഒരു ബാഹുബലി ആ ഒരു മേജർ ആ ഒരു ജോണറിൽ ഉള്ളതായിരിക്കാം. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് ടീസറോ ടീലറോ ഒന്നും അല്ല. హాయ్, ఐఎమ్ రాయా. నీ పేరేంటి? నీతో ఏ భాషలో మాట్లాడాలి? జనరేషన్ గ్యాప్ అనుకుంటా. సెమ్మయ్య ఫైట్ పన్నింగ్ నిమ్మన్న రేడర్స్ షూಟ್ ಮಾಡಿದ್ರು. మరి నువ్వు చనిపోలేవా? ఇది ഒരു ടെമ്പിൾ ആണോ? ബൈ എനി ചാൻസ് തും ഭഗവാൻ ഹോ? अब मेरा समय आ गया है. मेरे अंतिम युद्ध का समय आ गया है. అసలు ఎవరు నువ్వు? द्वापर युग से दशावतार की प्रतीक्षा कर रहा हूं. द्रोणाचार्य का पुत्र अश्वत्थामा. അത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ടല്ലേ? എന്ത് എനിക്കറിയില്ല, അമിതാഭ് ബച്ചന്റെ പെർഫോമൻസ് കണ്ണ് മാത്രമാണെങ്കിലും ഭയങ്കര പവർഫുൾ എക്സ്പീരിയൻസ് ആണ്. സൗണ്ട് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ട് തോന്നി. പുള്ളിക്കാരന്റെ എല്ലാവരും നമ്മള് മൂവി ലവർ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ലെജൻഡ് ആണ്. അങ്ങനെ അപ്പൊ ഈ സിനിമയുടെ ത്രെഡ് ഒന്നും മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു യുദ്ധമാണോ എന്താന്നൊന്നും ഇല്ല. അതിന്റെ അവസാനം പിന്നെ അന്തിമ യുദ്ധം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും യുദ്ധത്തിനെ കുറിച്ചാണോ, സ്റ്റാർട്ട് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. കൽക്കി അവതാരം അങ്ങനെ എന്തെങ്കിലും, അതെ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ എന്തായാലും എക്സൈറ്റഡ് ആണ്. അതെ, ഇനിയിപ്പോ മിക്കവാറും പ്രഭാസിന്റെയും ദീപികയുടെ ഒക്കെ ഇൻട്രോസ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ്. ഇതിന്റെ ട്രെയിലറും ഒക്കെ എല്ലാം റിയാക്ട് ചെയ്യുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ, എന്തായാലും നെക്സ്റ്റ് വീഡിയോക്ക് ബൈ.